നമസ്കാരം. 9 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ വൈകി ഉത്തരവിറക്കിയിരിക്കുന്നു. ഈ ഉത്തരവ് കേരളത്തിലെ ചില പ്രമുഖ BJP നേതാക്കൾക്ക് ആശ്വാസ വാർത്തയാണ്. അവരെ ഗവർണറായി ഒതുക്കുമോ എന്ന ഭയം മാറിയിരിക്കുന്നു. കാരണം കേരളത്തിൽ നിന്നും ഒരു BJP നേതാവും ഗവർണർ പട്ടികയിലില്ല. മാത്രമല്ല, യഥാർത്ഥ ഇരട്ടച്ചങ്കനായ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെപ്റ്റംബറിൽ റിട്ടയർ ചെയ്യാനിരിക്കവേ അദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടിക്കൊടുത്തേക്കും എന്നുള്ള സൂചനയ്ക്കും ഈ നിയമന ഉത്തരവ് കാരണമാകുന്നു. ഈ 9 പുതിയ ഗവർണർമാരിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയങ്കരമായി മാറുന്നത് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി നിയമിതനായ K. കൈലാസ്നാഥനാണ്. ഇതോടുകൂടി BJPക്ക് ഒരു MLA പോലുമില്ലാത്ത സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ മികവ് കൊണ്ട് ഒരു MBA കിട്ടിയ കേരളത്തിൽ നിന്ന് രാജ്യം ഭരിക്കാൻ 3 ഗവർണർമാർ മലയാളികളായിരിക്കുന്നു. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്, ഒപ്പമാണ് ലഫ്റ്റനന്റ് ഗവർണർ എന്ന സുപ്രധാനമായ പദവിയിൽ മറ്റ് ഗവർണർ പോലെയല്ല ലഫ്റ്റനന്റ് ഗവർണർ. മറ്റ് ഗവർണർമാർ കേന്ദ്രത്തിൻ്റെ പ്രതിനിധി മാത്രമാണ്. ഭരണഘടനാപരമായി സംസ്ഥാന തലവനാണെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളാണ് നയിക്കുന്നത്. എന്നാൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർക്ക് പ്രത്യേക അധികാരങ്ങളാണ്. അവർക്കാണ് പലപ്പോഴും മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ അധികാരമുള്ളതെന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ പ്രവൃത്തി വഴി നമ്മളൊക്കെ അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പുതുച്ചേരിയിലെ ലഫ്റ്റനന്റ് ഗവർണറായി K. കൈലാസനാഥൻ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ മലയാളിക്കുള്ള സുപ്രധാനമായ അംഗീകാരമാണ്. 1979 ബാച്ചിലെ ഗുജറാത്ത് കേഡർ IAS മാത്രമല്ല കൈലാസ്നാഥൻ. കഴിഞ്ഞ 18 വർഷം ഗുജറാത്ത് മുഖ്യമന്ത്രിയെ നിയന്ത്രിച്ചിരുന്നതും നയിച്ചിരുന്നതും ഉപദേശിച്ചിരുന്നതും കൈലാസ്നാഥനാണ്. വാസ്തവത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ചത് കൈലാസ്നാഥനായിരുന്നു. രാഷ്ട്രീയമായി തന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്ത് മോദിയെ BJPയുടെ ദേശീയ നേതാവാക്കി മാറ്റി അതുവഴി BJPയുടെ വിജയ ഫോർമുലയാക്കിയും പ്രധാനമന്ത്രിയാക്കിയും മാറ്റിയത് അമിത്ഷാ ആണെങ്കിലും അതിനുള്ള ഭരണശേഷിയും നൈപുണ്യവും സമ്മാനിച്ചത് കൈലാസനാഥൻ്റെ മികവും വിശ്വസ്തതയുമാണ്. ഒറ്റനോട്ടത്തിൽ നമ്മുടെ KSEB ചെയർമാൻ ബിജു പ്രഭാകരൻ്റെ കട്ടാണ് കൈലാസ്നാഥനുള്ളത്. പക്ഷേ താടി വെച്ച മുഖത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് രാജ്യത്തെ തന്നെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിയും വിവേകവുമാണ്. ഗുജറാത്ത് കേഡറിലെ ഒരു സാധാരണ IAS എന്ന നിലയിൽ 2006 മുഖ്യമന്ത്രിയായിരുന്ന മോദിയുടെ ഓഫീസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി കൈലാസ്നാഥൻ എത്തുന്നത്. കോഴിക്കോട് വടകര സ്വദേശിയാണ് കൈലാസ്നാഥൻ. ജനിച്ചതൊക്കെ കോഴിക്കോടാണ്. അപ്പൻ ഊട്ടി തപാൽ വകുപ്പിൽ ജോലിയായതുകൊണ്ട് ഊട്ടിയിൽ പഠിച്ചു. പിന്നീട് സിവിൽ സർവീസുകാരനായി മാറി. വളരെ പ്രഗത്ഭനാണ് എന്ന് പേര് കേട്ടതുകൊണ്ട് മോദി കണ്ടുപിടിച്ച് തൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി. മോദിയുടെ ഓഫീസിലെത്തി അന്ന് മുതൽ നീണ്ട 18 വർഷക്കാലം ഒരു ദിവസത്തെ ഇടവേള പോലുമില്ലാതെ മോദിയുടെ ഏറ്റവും വിശ്വസ്തനായി മാറി കൈലാസ്നാഥൻ. 2006 മുതൽ 2014 മോദി പ്രധാനമന്ത്രിയാകുന്നത് വരെയുള്ള 8 വർഷം മോദിയെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റാക്കി മാറ്റിയത് ഗുജറാത്ത് മോഡൽ വികസനം ഇത്രയും വലിയ ചർച്ചയാക്കിയതിൻ്റെ പിന്നിൽ കൈലാസ്നാഥനായിരുന്നു. കൈലാസ്നാഥൻ്റെ മികവ് തന്നെയായിരുന്നു മോദി ബ്രാൻഡിൻ്റെ ആധാരശില. ഒരിക്കൽ പോലും മോദിക്ക് ഒരു ചെറിയ അനിഷ്ടം പോലും കൈലാസ്നാഥനോട് തോന്നിയിട്ടില്ല. അത്രമാത്രം വിശ്വസ്തനായിരുന്നു. കൈലാസ്നാഥൻ പറയുന്നതൊക്കെ കണ്ണുമടച്ച് ചെയ്യാൻ മോദിക്ക് മടിയുണ്ടായിരുന്നില്ല. എന്തിനേറെ സിവിൽ സർവീസിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസ് നേതാക്കളെ BJPയിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം പോലും കൈലാസ്നാഥൻ ഏറ്റെടുത്തു. ഗുജറാത്ത് മോഡൽ കൃത്യമായി രൂപകൽപ്പന ചെയ്തതും അത് ഭംഗിയായി നടപ്പിലാക്കിയതും കൈലാസ്നാഥനായിരുന്നു. 2013 ആയപ്പോഴേക്കും മോദിയായി BJPയുടെ ഏക നേതാവ്. ഏറ്റവും ആദ്യത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് BJP പോലുള്ള ഒരു വലിയ പാർട്ടിയുടെ നേതാവായി മാറുക എന്നതാണ്. പിണറായി CPM പോലൊരു പാർട്ടിയെ പിടിച്ചെടുത്തത് VS അച്യുതാനന്ദനെ വെട്ടിയും ഇല്ലാതാക്കിയുമാണെങ്കിൽ അത് സാധ്യമല്ല BJPയിൽ. അതുകൊണ്ട് മോദി ബ്രാൻഡാണ് BJPക്ക് നല്ലത്, രാജ്യത്ത് ഭരണം പിടിക്കാൻ മികച്ചത് എന്ന തോന്നൽ BJP നേതൃത്വത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയും രാജ്യവ്യാപകമായി BJP നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കുകയും ഒക്കെ ചെയ്തത് 2013 ഈ 2013 മോദി അതിനുവേണ്ടി രാജ്യം മുഴുവൻ ഓടി നടന്നപ്പോഴും ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. ഒരു പരിധി വരെ ഗുജറാത്ത് ആ ഒരു വർഷം ഭരിച്ചത് കൈലാസ്നാഥനായിരുന്നു എന്നാണ് BJP വൃത്തങ്ങളുടെ അടക്കിപ്പറച്ചിൽ. മറ്റേത് മന്ത്രിയേക്കാളും ഗുജറാത്തിൻ്റെ കാര്യത്തിലെ അന്തിമ തീരുമാനം കൈലാസ്നാഥൻ്റെ ആയിരുന്നു. രാജ്യം പിടിക്കാൻ പോകുമ്പോൾ ഗുജറാത്ത് നഷ്ടപ്പെടാതിരിക്കാൻ
മോദി ഉപയോഗിച്ചത് കൈലാസ് നാഥനെയാണ്. അതുകൊണ്ടാണ് 2014 മോദി ഒഴിഞ്ഞിട്ടും തുടർന്നുള്ള 10 വർഷവും കൈലാസ് നാഥൻ കൂടുതൽ ഉയർന്ന പദവിയിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തുടർന്നത്. എല്ലാവരും കരുതിയിരുന്നത് മോദി ഡൽഹിക്ക് പോകുമ്പോൾ കൈലാസ് നാഥനെയും കൊണ്ടുപോകും. കൈലാസ് നാഥനായിരിക്കും ഡൽഹിയിലെ മോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശകൻ, പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന്. പക്ഷേ മോദി എടുത്ത തീരുമാനം, ഗുജറാത്താണ് തൻ്റെ തട്ടകം, ഗുജറാത്തിലെ തൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ, തൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടാൽ, നാളെ ഒരു സുപ്രഭാതത്തിൽ BJP ദേശീയ നേതൃത്വത്തിൽ അനഭിബന്ധനായാൽ, പ്രധാനമന്ത്രി പദവി പോയാൽ കടിച്ചതുമില്ല പിടിച്ചതുമില്ലാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് കൈലാസ് നാഥൻ അവിടെ തുടരട്ടെ എന്ന് തീരുമാനിച്ചു. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, മോദി 2014 പ്രധാനമന്ത്രിയാവുന്നത്. 2013 കൈലാസ് നാഥൻ സിവിൽ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തു. 2013, അതായത് 11 വർഷം മുമ്പ് റിട്ടയർ ചെയ്ത അഡീഷണൽ ചീഫ് സെക്രട്ടറി റാങ്കിലാണ്. അപ്പോൾ മറ്റൊരു പ്രൊമോഷൻ കൂടി കൊടുത്തു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവി. അങ്ങനെയാണ് 1 വർഷം മോദിയുടെ ഓഫീസിൽ കൈലാസ് നാഥൻ തുടർന്നത്. ഈ പദവിയിൽ പിന്നീട് വന്ന 3 മുഖ്യമന്ത്രിമാരും കൈലാസ് നാഥനെ നിലനിർത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റെല്ലാവരും മാറാറുണ്ട്. മോദിക്ക് ശേഷം 10 വർഷത്തിനിടയിൽ ഗുജറാത്തിൽ 3 മുഖ്യമന്ത്രിമാർ കൂടി ഉണ്ടായി. ആനന്ദിബെൻ പട്ടേൽ, വിജയ് രൂപാണി, ഭൂപേന്ദ്ര പട്ടേൽ. ഈ 3 മുഖ്യമന്ത്രിമാരുടെയും ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൈലാസ് നാഥനായിരുന്നു. മുഖ്യമന്ത്രിമാർ മാറി, അവരുടെ ജീവനക്കാർ മാറി, പക്ഷേ കൈലാസ് നാഥൻ മാത്രം മാറിയില്ല. KK എന്നാണ് ഗുജറാത്തിൽ കൈലാസ് നാഥൻ അറിയപ്പെടുന്നത്. ഈ കൈലാസ് നാഥൻ ഒരു കാലത്ത് മാറിയില്ല എന്നതാണ് ശ്രദ്ധേയം. ആ കൈലാസ് നാഥനെയാണ് ഇപ്പോൾ 71ാമത്തെ വയസ്സിൽ മോദി പുതുച്ചേരിയുടെ ഭരണമേൽപ്പിക്കുന്നത്. മോദി ഡൽഹിക്ക് പോയപ്പോഴും ഗുജറാത്തിലെ തൻ്റെ കവാടമായി, തൻ്റെ ജിഹ്വയായി അവിടെ നിലനിർത്തി. മാറി മാറി വന്ന മുഖ്യമന്ത്രിമാർക്കൊന്നും കൈലാസ് നാഥിനപ്പുറത്തേക്ക് വളരാൻ സാധിച്ചില്ല. ചുരുക്കി പറഞ്ഞാൽ 18 വർഷം ഗുജറാത്ത് ഭരിച്ച കൈലാസ് നാഥൻ ഇപ്പോൾ പുതുച്ചേരിയുടെ ഭരണാധികാരിയായി മാറിയിരിക്കുന്നു എന്നർത്ഥം. ഗുജറാത്തിൽ പല വിപ്ലവകരമായ തീരുമാനങ്ങളും മോദി എടുത്തിരുന്നു. അതിലൊന്ന്, പലരുടെയും എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഗാന്ധിജി ദീർഘകാലം താമസിച്ച സബർമതി ആശ്രമത്തിൻ്റെ പൊളിച്ചുപണിയാണ്. ഏതാണ്ട് 1200 കോടി രൂപയുടെ പദ്ധതിയാണ്. എതിർപ്പുകളെയൊക്കെ മറികടന്നുകൊണ്ട് ആ സബർമതി ആശ്രമത്തിൽ ഈ പൊളിച്ചുപണി നടക്കുമ്പോൾ അതിൻ്റെ ചുമതല കൈലാസ് നാഥനാണ്. ആ വിശ്വസ്തനാണ് ഇനി ഏറെ വൈകാതെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണറായി മാറുന്നത്. എന്തായാലും മോദിയുടെ മനസ്സിൽ നിന്ന് കൃത്യമായ ധാരണയൊന്നുമില്ല. ഇനി എന്തായാലും കുറച്ചു കാലം പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ തന്നെയാകും. 71 വയസ്സായി, 11 വർഷമായി റിട്ടയർ ചെയ്തിട്ട് ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിത്വങ്ങളിൽ ഒന്നായി തന്നെ തുടരുന്ന കൈലാസ് നാഥൻ എന്ന മലയാളിക്ക് അഭിവാദ്യങ്ങൾ.